തിരുവനന്തപുരത്ത് ഹോട്ടലിന് ബോംബ് ഭീഷണി. ഹോട്ടൽ ഫോർട്ട് മാനറിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. മനുഷ്യ ബോംബ് ഉപയോഗിച്ച് ഹോട്ടൽ തകർക്കുമെന്ന് സന്ദേശത്തിൽ. ഗോപാൽ ശീലാസനിൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, എപ്പോഴായിരുന്നു ബോംബ് ഭീഷണി? ഇപ്പോൾ അവിടെ പോലീസിന്റെ പരിശോധന നടക്കുകയാണോ? ദിവ്യ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത്. ഇപ്പോൾ ഇവിടെ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. തിരുവനന്തപുരം പഴവങ്ങാടിക്ക് സമീപത്ത്, പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപത്തായിട്ടുള്ള ഫോർട്ട് മാനർ എന്ന ഹോട്ടലിലാണ്, ആഡംബര ഹോട്ടലിലാണ് ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശത്തിലൂടെ ബോംബ് ഭീഷണി എത്തുന്നത്. യാക്കൂബ് മേമന്റെ പേരിലുള്ള ഒരു മെയിലാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ ബോംബ് ഭീഷണി സന്ദേശത്തിൽ മനുഷ്യ ബോംബിനെ ഉപയോഗിച്ച് ഹോട്ടൽ തകർക്കുമെന്നും 2:30 മണിയോടുകൂടി ഇത്തരത്തിലൊരു ബ്ലാസ്റ്റ് ഉണ്ടാകും അടക്കമുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെ നേതൃത്വത്തിലുള്ള വലിയ പരിശോധന നടത്തി വരികയാണ്. അതിന്റെ ദൃശ്യങ്ങൾ, ഹോട്ടലിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗുരുതര സ്വഭാവത്തിൽ ഒന്നും തന്നെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഇവിടെ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്ന പരിപാടികൾ റദ്ദാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സമാന്തരമായി ഇവിടെ സാധാരണഗതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സമാന്തരമായി ഈ പരിശോധന പോലീസിൻ്റെതായി നടന്നു വരുന്നുണ്ട്. ഒരു ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു ബോംബ് ഭീഷണി അല്ല ഇത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഹോട്ടലിനെ ഒരു ഡേഞ്ചർ സോണിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയൊന്നും നടത്താത്തത്. പക്ഷേ അപ്പോഴും എല്ലാ മുറികളിലും എല്ലാ ഇടങ്ങളിലും അരിച്ചുപറിക്കുള്ള പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഫയർഫോഴ്സിന്റെ ഒരു വ്യാജ ബോംബ് ഭീഷണി സന്ദേശമായിരുന്നിരിക്കാം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം എന്ത് സന്ദേശമാണെങ്കിലും അതിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ പ്രാഥമിക ഘട്ടത്തിൽ ഒരു അങ്ങനെ വിലയിരുത്തി ഇതിനെ ലഘൂകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരിശോധനയിൽ വീഴ്ചയോ അല്ലെങ്കിൽ പരിശോധന ലാഘവത്തോടു കൂടി കാണുകയോ ഒന്നും തന്നെ ഇല്ല. ഈ പുറത്താണെങ്കിലും അതിനൊപ്പം തന്നെ ഈ ഹോട്ടലിന്റെ പുറത്തുള്ള പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലേക്കുള്ള സുരക്ഷാ വീഴ്ചയൊന്നുമില്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന തന്നെ നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ വാഹനമാണ്. തൊട്ടപ്പുറത്തായ ഫയർഫോഴ്സിന്റെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടലിനുള്ളിലും സമാനമായി ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉള്ളതിനാൽ തന്നെയാണ് തൊട്ടടുത്ത് അതിനോട് ചേർന്ന് ഇത്തരത്തിൽ ഫയർഫോഴ്സിന്റെ വാഹനം ക്രമീകരിച്ചിരിക്കുന്നത്. സുരക്ഷയെല്ലാം തന്നെ പഴുതടച്ച സുരക്ഷ എന്ന രീതിയിലുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. ഇമെയിൽ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ബോംബിനെ ഉപയോഗിച്ച് ഹോട്ടൽ തകർക്കും എന്നുള്ളതാണ്. 2:30 മണിയാണ് ഈ സമയമായി ഈ ഇമെയിൽ സന്ദേശത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തിനൊപ്പം അതുകൂടി കണക്ക് കൂട്ടിയിട്ടുള്ള വേഗത്തിലുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. കൃത്യമായി ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂരിൽ നിന്നും നടക്കാനുള്ള ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. തൊട്ടപ്പുറത്തായി പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏറെ ജനബാഹുല്യമുള്ള ഏറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഇടത്താണ് ഈ ഹോട്ടലുള്ളത്. ഇതിന് പിന്നിൽ ആരാണ്, എന്തെങ്കിലും തരത്തിലേക്കുള്ള ലക്ഷ്യങ്ങളുണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഇതൊരു മൊബൈൽ ഫോൺ സന്ദേശം അല്ലാത്ത കോൾ സന്ദേശം അല്ലാത്തത് കൊണ്ട് തന്നെ പോലീസ് ആ തരത്തിൽ ട്രാക്ക് ചെയ്യാതെ ഇമെയിലിൻ്റെ ഉറവിടം തേടാനുള്ള സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ സമാന്തരമായി നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഇവിടെ പഴുതടച്ച പരിശോധന നടക്കുകയാണ്. എല്ലാ മുറികളിലും എല്ലാ ഇടങ്ങളിലും ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നു. ഈ 2:30 എന്ന സമയത്തിനുള്ളിൽ പൂർണ്ണമായും ഈ പരിശോധനകൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കൂടാതെ തന്നെ പുറത്ത് ഈ സ്ഥലത്തിന് ഹോട്ടലിന് പുറത്തായി തന്നെ മറ്റ് സജ്ജീകരണങ്ങൾ കൂടി ഈ പോലീസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതൊരു വ്യാജ സന്ദേശമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് ഈ ഹോട്ടലിലെ മുഴുവൻ പ്രദേശവും മുഴുവൻ ഭാഗവും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ വ്യാജ സന്ദേശം അല്ലെങ്കിൽ ഈ ബോംബ് സന്ദേശം വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൂടി ആ ഭാഗം കേന്ദ്രീകരിച്ചു കൂടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളുടെ ലക്ഷ്യം പലപ്പോഴും നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ വളരെ ലഘുവായിരിക്കും. അത്തരത്തിലുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോർട്ട് മാനർ എന്ന ഹോട്ടലിലാണ് ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും ഒക്കെ പരിശോധന നടന്നു വരികയാണ്. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.